നമസ്കാരം. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും വിസ്മയത്തിന്റെയും മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കൊതിക്കുന്നത് നിങ്ങളെപ്പോലെ അവിടെ നിൽക്കാനാണ്. പണ്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്, കാലിഫോർണിയയ്ക്ക് മുകളിലൂടെ വിമാനം പറത്തിക്കൊണ്ടിരുന്ന ഒരു വൈമാനികൻ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സമയത്ത് വിമാനത്തെ ഇങ്ങനെ താഴ്ത്തി പറത്തി. എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന സഹ പൈലറ്റിനെ അങ്ങനെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നോക്ക്, താഴെ കാണുന്നില്ല ഒരു തടാകം, ആ തടാകത്തിന്റെ അരികിലാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഇരുന്നു കൊണ്ട് വള്ളി ട്രൗസർ ഇട്ട് ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുമായിരുന്നു. അങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഈ ആകാശത്തു കൂടി പറന്നു പോകുന്ന വിമാനങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഒരിക്കലെങ്കിലും ആ വിമാനത്തിലൊന്ന് പോകാൻ സാധിച്ചെങ്കിൽ എന്നുള്ളത്. ഇന്ന് ഈ വിമാനത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന സമയത്ത് എൻ്റെ കൊതി എന്ന് പറയുന്നത് പഴയ വള്ളി ട്രൗസർ ഇട്ട് ആ തടാകത്തിൻ്റെ അരികിൽ പോയി ഒരിക്കലെങ്കിലും മീൻ പിടിക്കാനാണെന്ന് പറയുന്ന പോലൊരു കഥയുണ്ട്. ഞാൻ കൊതിക്കുന്ന, സത്യം പറയാം, നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ട് മാറാൻ എനിക്ക് സാധിച്ചില്ലോ എന്നുള്ള സത്യം പറയുകയാണ്. കാരണം 15,000 സ്കൂളുകളിൽ നടത്തിയ മത്സരം, 45 ലക്ഷം കുട്ടികൾ അവിടെ സ്കൂൾ തലത്തിൽ, ഉപജില്ലാ തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിന്റെ തുടർച്ചയായിട്ട് വിജയികളായ 14 പേരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. 14 മുത്തുകൾ. Team Violet, Deepak P and Vignesh K, SBB HSS Ramanattukara, Kozhikode. Team Indigo, Anand S. Nair and Sri Gauri S, HSS Valayanchirangara, Ernakulam. Team Blue, Akhil A and Amal Kambiyil, GV HSS Kalannur, Pathanamthitta. Team Green, Geetu Prakash and Ashrita P. Srijay, HSS Mambaram, Kannur. Team Yellow, Abhijit K. Nair and Anchal Babu, CHSS Chattanjal, Kasargod. Team Orange, Snikta K. and Krishnapriya S. Manoj, RGM HSS Mogeri, Kannur. Team Red, Kridya S. Babu and Jassi Muhammad M, SKMJ HSS Kalpata, Wayanad. പണ്ട് ONV സാർ എഴുതിയിട്ട്, ഒരു മുത്തിനെ വിളയിക്കാൻ ഒരു ജലരാശി തന്നെ വേണമെന്ന് പറയുന്നത് പോലെ ഒരുപാട് കടമ്പകൾ കടന്നാണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ അതിമനോഹരമായൊരു വേദിയാണിത്. തീർച്ചയായിട്ടും ഇത് ഒരു മത്സരം ഒന്നും അല്ല, നേരെ മറിച്ച് അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. വളരെ കൂളായിട്ട് നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത 4 കടമ്പകൾ നിങ്ങൾ ഇനി കടക്കാനുണ്ട്. ദി ഫസ്റ്റ് വൺ ഡ്രീം, സെക്കൻഡ് വൺ ഹോപ്പ്, തേർഡ് വൺ വാർ, ലാസ്റ്റ് വൺ വിക്ടറി. സ്വപ്നങ്ങളിലൂടെ നമ്മൾ പ്രതീക്ഷയിലേക്ക് പോകുന്നു, പ്രതീക്ഷയിൽ നിന്ന് നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്നു, അറിവ് കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നു, ആ യുദ്ധത്തിനൊടുവിൽ നമ്മൾ വിജയത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ഇതിന്റെ ചടങ്ങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ കൂളായി, ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. മത്സരത്തിന്റെ രീതി എന്ന് പറയുന്നത് ഡ്രീം റൗണ്ട്. ഈ റൗണ്ടിൽ ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദ്യത്തിന് ശരിയുത്തരം നൽകിയാൽ ഓരോ ടീമിനും 10 പോയിന്റ് വീതം നേടാം. ഉത്തരം പറയാതിരുന്നാലും ഉത്തരം തെറ്റിപ്പോയാലും മൈനസ് മാർക്കില്ല. ഓരോ ടീമിനും ഈ റൗണ്ടിൽ 10 പോയിന്റാണ് നേടാവുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പാരന്റ്സിനോട് ഞാൻ നല്ലൊരു കൈയെഴുതുകയാണ്. കുട്ടികളെ ഒരുപാട് വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വായനയിലൂടെ മാത്രമേ അറിവുണ്ടാവുകയുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ, ഒലീനിയിലിന്റെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ? അതിമനോഹരമായിട്ടൊരു കഥയുണ്ട്. ഒലീനിയിൽ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ ജനിച്ച ഒരു കർഷകനായ അച്ഛന് 14 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളിൽ ഏറ്റവും ഇളയവനായ കുട്ടിയാണ് ഒലീനിയിൽ. ഒലീനിയിലിനെ മാത്രമാണ് സ്കൂളിൽ ചേർത്തത്. അവിടെ അവൻ വല്ലാത്ത വില്ലനായിരുന്നു. ഈ ഒലീനിയില് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ, ചരിത്രം പരിശോധിക്കുമ്പോൾ ഒലീനിയിൽ പഠിച്ച് അറ്റോർണി ജനറൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പഠിച്ച സ്കൂളിൽ ഒരു സ്വീകരണം കൊടുത്തു ഒലീനിയിലിന്. ഒലീനിയിലൂടെ വന്നു. ഈ ഗ്രാഡി ടീച്ചർ റിട്ടയർ ചെയ്തിരുന്നു, ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ആദ്യം വേദിയിലേക്ക് വന്നതിന് ശേഷം മൈക്കിൻ്റെ അടുത്തുന്നതിന് ശേഷം പറഞ്ഞു, അറ്റോർണി ജനറൽ മുന്നിലിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ ഒലീനിയില്ലേ, ഇവൻ പഠിക്കുന്ന സമയത്ത് മഹാ തെമ്മാടിയായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഒരു അറ്റോർണി ജനറലിനെ ചൂണ്ടിക്കൊണ്ട് തെമ്മാടിയായിരുന്നു എന്ന് പറയാൻ ടീച്ചർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളത്. ടീച്ചർ പറഞ്ഞു, ഒരു ദിവസം അവൻ എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ, എൻ്റെ ലൈബ്രറിയിലേക്ക് അവൻ കടന്നു വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇവൻ എന്താണ് എൻ്റെ ലൈബ്രറിയിലെ കാര്യം എന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്ത് അവനൊരു പുസ്തകം എടുത്തു, അവൻ്റെ കുപ്പായത്തിനുള്ളിൽ തിരികെ വെച്ചു, അവൻ പുറത്തേക്ക് ഓടി. ഞാൻ നോക്കി ഏത് പുസ്തകമാണെന്ന്. മനസ്സിലായി എനിക്ക്. ഫ്രാങ്കി അർബിയുടെ ദി ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകമാണ്.
എനിക്കുറപ്പായിരുന്നു ആ പുസ്തകം അവൻ വായിച്ചെങ്കിൽ അടുത്ത പുസ്തകത്തിന് വേണ്ടി അടുത്ത ദിവസം അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? 70 കിലോമീറ്റർ അന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് ഫ്രാങ്കി അർബിയുടെ മറ്റൊരു പുസ്തകം കരസ്ഥമാക്കി അതേ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കുട്ടി വായിക്കണം എന്ന് മാത്രമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈബ്രറിയിലേക്ക് അവൻ കടന്നു വന്നു. അവൻ്റെ കയ്യിലുള്ള പുസ്തകം അവിടെ വെച്ചു. അടുത്തൊരു പുസ്തകം അവൻ കയ്യിലെടുത്തു. അവൻ വീണ്ടും പോയി. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കാരണം എൻ്റെ കുട്ടി നന്നാവുന്നു. അടുത്ത ദിവസം ഞാൻ അന്ന് 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് അടുത്തൊരു പുസ്തകം വാങ്ങിച്ച് ഞാൻ അവിടെ കൊണ്ടുവച്ചു. അടുത്ത ദിവസം പതിവിലും നേരത്തെ അവൻ വന്നു. അവൻ ആ പുസ്തകം എടുത്ത് വീണ്ടും പോയി. അങ്ങനെ എൻ്റെ കുട്ടി വായിച്ച് വളർന്നാണ് ഇന്നൊരു അറ്റോർണി ജനറലായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ടീച്ചർ പ്രസംഗം നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഒലീനിയിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഇതൊന്നും അല്ല സത്യം. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഒരു വില്ലൻ, മറ്റൊരു ചെറുക്കൻ എന്നെ വല്ലാതെ മോശമായിട്ട് ചിത്രീകരിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് അവൻ്റെ നെറ്റിയിൽ ഒരു കുത്തു കൊടുത്തു. അവൻ്റെ നെറ്റിയിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നത് കണ്ട സമയത്ത് ഞാൻ എവിടെയെങ്കിലും ഓടി ഒളിക്കണമല്ലോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ലൈബ്രറി തുറന്നിരിക്കുന്നു. ഞാൻ ലൈബ്രറിയിലേക്ക് ഓടിക്കയറി. എന്നിട്ട് ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പുസ്തകം പരിശോധിക്കുന്ന പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മദാമ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് ഒരു സിഗരറ്റ് മുഖച്ചിരിക്കുന്ന ഒരു ചിത്രമുള്ളൊരു ബുക്ക് ഞാൻ കണ്ടു. ഈ പുസ്തകം എനിക്ക് പറ്റിയതാണല്ലോ എന്ന് കരുതി ആ പുസ്തകം ഞാൻ എടുത്ത് എൻ്റെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ചു. ഞാൻ അന്ന് പോയി വീട്ടിൽ പോയിട്ട് ഞാൻ പുസ്തകം വായിച്ചു. എനിക്ക് പറ്റിയതൊന്നുമില്ല. 2ാമത്തെ പേജ് വായിച്ചു, ഒന്നുമില്ല. 3ാമത്തെ പേജ് വായിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഒരു ശക്തി എന്നെ പിടിച്ചു വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ പുസ്തകം വീണ്ടും വീണ്ടും വായിക്കാൻ വേണ്ടി ആരോ എന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ പുസ്തകം വായിച്ച് അതിൻ്റെ ഓരോ പേജുകളും വായിച്ച് അന്ന് ഞാൻ ഒരു നിമിഷം പോലും ഉറങ്ങാതെ രാവിലെ ആകുമ്പോഴേക്കും ആ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു. അപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം. ആ പുസ്തകം അവിടെ തന്നെ കൊണ്ടുവെക്കണമെന്ന് എനിക്ക് തോന്നി. ആ പുസ്തകവുമായി ഞാൻ നേരെ പിറ്റേ ദിവസം രാവിലെ ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ ഫ്രാങ്കി അർബിയുടെ അടുത്തൊരു പുസ്തകം ഇരിക്കുന്നു. ആ പുസ്തകം ഞാൻ എടുത്തു. അന്ന് രാത്രിയും ഒരു നിമിഷം പോലും ഉറങ്ങാതെ ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. അന്ന് രാത്രി ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്ത് പിറ്റേ ദിവസം അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അടുത്തൊരു പുസ്തകം. അങ്ങനെയാണ് ഞാനൊരു വായനക്കാരനായി മാറിയത്. അങ്ങനെയാണ് ഞാനൊരു അറ്റോർണി ജനറലായിട്ട് മാറിയതെന്ന് പറഞ്ഞുകൊണ്ട് ഒലീനിയിൽ എന്ന് പറയുന്ന ആ അറ്റോർണി ജനറൽ ഗ്രാൻഡി ടീച്ചറുടെ കാൽ തൊട്ട് നമസ്കരിക്കുന്ന മനോഹരമായ ചിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വായന എന്ന് പറയുന്നത് ഏതൊരു മോശമായിട്ടുള്ള കുട്ടിയെയും ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് അറിവുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ അറിവ് കൊണ്ടുള്ള കളി നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു. തുടങ്ങാം നമുക്ക്. റെഡി? 1ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ നേരിടാൻ പോകുന്ന 1ാമത്തെ ചോദ്യം വരുന്നത് ടീം വയലറ്റിലേക്കാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ അവിടെ ടൈം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ബസറിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. യെസ്, റെഡി ഫോർ ദാറ്റ്? ദി ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. കഷായവും തൈലങ്ങളും മണക്കുന്ന ഒരു ബാല്യമായിരുന്നു എന്റേത്. ഒരു പ്രശസ്ത കവിയുടെ ആത്മകഥാ ഗ്രന്ഥം തുടങ്ങുന്നത് ഈ വാക്യങ്ങളോടെയാണ്. ഏതാണ് ആ കൃതി എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, സോ യു ആർ റെഡി? ഏതാണ് ആ കൃതി? ഓർമ്മക്കുറിപ്പുകൾ. അതാണോ ആ കൃതിയുടെ പേര്? ആരുടേതാണ് കൃതി? ഓക്കെ, നിങ്ങളുടെ അവസരം കഴിഞ്ഞു. നിങ്ങളുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം. ദാറ്റ്സ് യെസ് ഓർ നോ എന്നാണ് പരിശോധിക്കാനിരിക്കുന്നത്. ദി ആൻസർ ഇസ് ദ യെസ് ഓർ നോ. ദാറ്റ്സ് എ റോങ് ആൻസർ. ദി റൈറ്റ് ആൻസർ ഈസ് പോക്കുവയിൽ മണ്ണിൽ എഴുതിയത് എന്നുള്ളതാണ് ആ കൃതിയുടെ പേര്. ഇത് എഴുതിയത് ONV കുറുപ്പ് തന്നെയാണ്. ONV കുറുപ്പിന്റെ ആത്മകഥയാണ് ഇത്. പോക്കുവയിൽ മണ്ണിൽ എഴുതിയത് എന്നുള്ളതാണ് അതിന്റെ പേര്, ഓർമ്മക്കുറിപ്പുകൾ എന്നല്ല. ഓക്കെ, 2ാമത്തെ ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ഇൻഡിഗോ. ചോദ്യം കേട്ടോളൂ. 1721 കേരളത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ ജനകീയ പ്രക്ഷോഭം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഇതാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. You got the answer. You are ready? Tell me what's your answer. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ചോദ്യം ശരിക്കും കേട്ടതാണല്ലോ അല്ലെ? 1721 കേരളത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ ജനകീയ പ്രക്ഷോഭം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആറ്റിങ്ങൽ കലാപം എന്നുള്ളതാണ്. ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ട അവസരമാണ് ഇത്. യെസ് ഓർ നോ? That's the biggest. Congratulations. Very good. Very good.
മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ടീം ബ്ലൂ റെഡിയാണല്ലോ? ചോദ്യം കേട്ടോളൂ. റിയോ ഒളിമ്പിക്സിൽ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയ പോളണ്ടിന്റെ പ്യോറ്റർ മലാക്കോവ്സ്കി ഏത് പ്രവൃത്തിയിലൂടെയാണ് വാർത്തകളിൽ നിറഞ്ഞത്? റിയോ ഒളിമ്പിക്സിൽ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയ പോളണ്ടിന്റെ പ്യോറ്റർ മലാക്കോവ്സ്കി ഏത് പ്രവൃത്തിയിലൂടെയാണ് വാർത്തകളിൽ നിറഞ്ഞത്? ഇതാണ് ചോദ്യം. ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്. അദ്ദേഹം തന്റെ വെള്ളി മെഡൽ ഒരു അനാഥാലയത്തിന് ഡൊണേറ്റ് ചെയ്തു. വെള്ളി മെഡൽ ഒരു അനാഥ ആലയത്തിന് ഡൊണേറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. യെസ് ആണോ നോ ആണോ എന്നുള്ളത് നോക്കാം. ദാറ്റ്സ് എ റോങ് ആൻസർ. ഇതൊരു എന്താ പറയുക, ഒരു ഗാംബ്ലിംഗ് മാതിരി അങ്ങോട്ട് എറിഞ്ഞതാണ് അല്ലേ? എന്തോ ഒരു കാര്യം ചെയ്തു, ഒരു അനാഥാലയത്തിന് ഡൊണേറ്റ് ചെയ്തു. അതല്ല എൻ്റെ കറക്റ്റ് ആൻസർ. യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മെഡല് ക്യാൻസർ രോഗബാധിതനായ 3 വയസ്സായ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം ലേലം ചെയ്യുകയും ആ തുക അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, നിങ്ങൾ 3 പേര് നേരിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്വസ്ഥമാണ്. പക്ഷേ 4 ടീമുകൾ ഇനിയും ചോദ്യങ്ങൾ നേരിടാനുണ്ട്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നമുക്കും കാത്തിരിക്കാം. ആൻഡ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരപുറ്റം സീസൺ 6. ഇതിൽ ഇനി നേരിടാനുള്ളത് 4 ടീമാണ്. ചോദ്യങ്ങൾ നേരിടാനുള്ളത് ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. നിങ്ങൾക്കുള്ള ഓരോ ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ആവേശത്തോടുകൂടി കാത്തിരിക്കുക. ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒരു ശരം പിടിക്കുന്നത് പോലെ പിടിച്ച് ഉഗ്രനായിട്ട് ആൻസർ പറയണം കേട്ടോ. റെഡിയാണല്ലോ? സോ ടീം ഗ്രീൻ ചോദിക്കട്ടെ. മഗ്നോളിയ കോബസ് എന്ന ജപ്പാൻ സ്വദേശിയായ വെള്ളപ്പൂക്കളുള്ള ഒരു സസ്യത്തിന് കേരളവുമായി ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? Your time starts now. You are ready for the answer, okay? You are ready. വംശനാശം സംഭവിച്ചു എന്ന് കരുതുന്ന ഇത് കേരളത്തിൽ ഇപ്പോൾ അടുത്ത് കണ്ടെത്തി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയത് ഇപ്പോൾ കേരളത്തിൽ അത് കണ്ടെത്തി. ഏതാണ്? മഗ്നോളിയ കോബസ് എന്ന ജപ്പാനിലുള്ള വെള്ളപ്പൂക്കളുള്ള ഒരു സസ്യത്തിന് കേരളവുമായിട്ടുള്ള ബന്ധം. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഇതിനെ കേരളത്തിൽ ഇപ്പോൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതാണ് മോള് പറയുന്നത്. അതാണ് ടീം ഗ്രീൻ പറയുന്നത്. Let's check. Yes or no. That's the wrong answer. That's the wrong answer. എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലെന്ന് തോന്നുന്നു. നമ്മളൊരു ധാരണയിൽ വീണാകേട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അല്ലേ? അതൊരു മൈനസ് മാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയുമായിരുന്നില്ല. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ഈ -10 ആവും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറയുമായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അല്ലേ, ഒരു ഉന്നം വെച്ചങ്ങോട്ട് എറിഞ്ഞതാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ മോളെ, ഇത് വികസിപ്പിച്ചെടുത്തത് കേരളീയ സസ്യശാസ്ത്രജ്ഞ ജാനകി അമ്മാളാണ്. അഞ്ചാമത്തെ ചോദ്യം. ടീം യെല്ലോ റെഡി? ചോദ്യം ഇതാണ്. ബുക്കാനൻ, ആനമുടി, കുണ്ടള എന്നിവയ്ക്ക് കേരളത്തിലെ ഗതാഗത ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? Your time starts now. ഉത്തരം കിട്ടിയെന്നാണ് തോന്നുന്നത് അല്ലേ? അതോ ടീം ഗ്രീൻ എറിഞ്ഞതുപോലെ ഒരു കല്ലുണ്ടോ കയ്യില്? പറഞ്ഞോളൂ. ആദ്യത്തെ റോഡ്. ആദ്യത്തെ മികച്ച റോഡ്. ആദ്യത്തെ റോഡ്, ആദ്യത്തെ മികച്ച റോഡ്. എനിവേ ലെറ്റ്സ് ചെക്ക് യെസ് ഓർ നോ. നിങ്ങൾക്കും അറിയാം ഉത്തരം വരാൻ പോകുന്നത് നോ ആണെന്നുള്ളത് അല്ലേ? വെറുതെ പറഞ്ഞതാണ്. ദി റൈറ്റ് ആൻസർ ഈസ്
കേരളത്തിലെ ആദ്യത്തെ ട്രെയിനുകളായിരുന്നു ഇവ. ബുക്കാനൻ, ആനമുടി, കുണ്ടള എന്നിവയുടെ ഗതാഗത ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രെയിനുകളായിരുന്നു ഇവ എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിന് ഒരു വീഡിയോ ഉണ്ട്. സോ ഓറഞ്ച് ടീം ഈ വീഡിയോ കാണിക്കാം, അതിനുശേഷം നിങ്ങളോട് ചോദ്യം ചോദിക്കാം. കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. ഓക്കെ, റെഡി? യാ. ചോദ്യം ഇതാണ്: ഹാരി പോട്ടർ കഥകളിലൂടെ നിങ്ങൾക്ക് സുപരിചിതമായ ഈ കളി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യുവർ ആൻസർ? പോളോ. പോളോ. POLO. പോളോ. Just check. Yes or no? That's no. ആർക്കെങ്കിലും പറയാമോ? ക്വിഡിച്ച്. Quidditch. That's the right answer. That's the right answer. നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ടെങ്കിൽ, US പോകുന്നുണ്ടെങ്കിൽ, ഈ ഹാരി പോട്ടറിന്റെ ഒരു ഷോ ഉണ്ട് അവിടെ, നിർബന്ധമായിട്ട് കാണണം. ഇറ്റ്സ് അമേസിങ്. അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹാരി പോട്ടറിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവും നമുക്ക്. അതിമനോഹരമായിട്ടുള്ളൊരു ഒരു ഹാഫ് ആൻ അവർ ഷോ ആണ്. ഇറ്റ്സ് അമേസിങ്. തട്ടുന്നതും മുട്ടുന്നതും മുഴുവൻ നമുക്ക് സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ല, അതിൻ്റെ സ്റ്റോറി മൊത്തം നമ്മളൊരു ഒരു 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 തിയേറ്ററിൽ ഇരുന്നിട്ട് അതിൻ്റെ മോഷനും എല്ലാം കൂടി ചിത്രീകരിച്ച ഒരു ഫിലിമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സിനിമയല്ല. നേരെ മറിച്ച് നമ്മളൊരു ബിൽഡിങ്ങിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ അവസാനം എക്സിറ്റിൽ വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ബ്യൂട്ടിഫുൾ. എനിവേ, ചോദ്യം ഇനി 7ാമത്തെ ചോദ്യം. And this for team red. Ready? Okay. ചോദ്യം ഇതാണ്: നിൽസ് ഒലാവ് സ്കോട്ട്ലൻഡിലെ എഡിൻബറോ മൃഗശാലയിലെ കിങ് പെൻഗ്വിൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. So your time starts now. ആർക്കെങ്കിലും പറയാമോ? സർ പദവി കിട്ടിയ ഏക പെൻഗ്വിൻ. സർ പദവി കിട്ടിയ ഏക പെൻഗ്വിനാണ് ഇത്. That's the right answer. അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്: നോർവീജിയൻ രാജാവിന്റെ സുരക്ഷാ സേനയിലെ കേണൽ പദവി അവർക്ക് ഇതിന് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഇസ് സർ പദവി. ദക്ഷിണ ധ്രുവം കീഴടക്കിയ അമുൺസൺ ആണ് മൃഗശാലയിലേക്ക് ആദ്യമായി ഒരു കിങ് പെൻഗ്വിനെ നൽകിയത്. ആ കിങ് പെൻഗ്വിന് ആദ്യമായിട്ടൊരു പെൻഗ്വിന്, ഒരേ ഒരു പെൻഗ്വിന് സർ പദവി കിട്ടിയത് ഇതിന് മാത്രമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ഓൾറൈറ്റ്. 7 ചോദ്യങ്ങളും ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് മാർക്ക് അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു ചെറിയ ബ്രേക്ക് ആവശ്യമായുണ്ട്. ആൻഡ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം സീസൺ 6. നമ്മൾക്കിനി ഒറ്റ കടമ മാത്രമേ ഉള്ളൂ. എന്താണ്? നിങ്ങളുടെ മാർക്ക് അനൗൺസ് ചെയ്യുക. അങ്ങനെ മതിയോ? ഒരു മാജിക്കൊക്കെ കാണണ്ടേ നമുക്ക്? വേണ്ടേ? നോക്കൂ, മാജിക്ക് പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിലുള്ള ചോദ്യപേപ്പർ, ചോദ്യം എന്താണെന്ന് മുൻകൂട്ടി വായിക്കാൻ സാധിക്കും. അവിടെ ഇരുന്നുകൊണ്ട് വായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങളും കുട്ടികളോട് പറയുന്നത് മാജിക്ക് ധാരാളം പഠിക്കണം, മാജിക്ക് ധാരാളം പഠിക്കണം. മനസ്സിലായോ? അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് യു ക്യാൻ സീ ഹിയർ എ ഡെക്ക് ഓഫ് കാർഡ്സ്. ഈ ഡെക്ക് ഓഫ് കാർഡ്സ് വയലറ്റ് ടീമിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുന്നു. തുറക്കണ്ട, കയ്യിൽ പിടിച്ചു. ഇതിനകത്ത് 52 കാർഡുകളുള്ള ഡെക്ക് ഓഫ് കാർഡ്സ് ആണത്. അതിനകത്ത് നിന്ന് ഏത് കാർഡാണ് അവസാനമായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പൊ തന്നെ മുൻകൂട്ടി ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോവാണ്. ഓക്കെ, സോ വാച്ച് ഇറ്റ്. ദാറ്റ്സ് മോളിവിടെ വാ. ഞാൻ എഴുതാൻ പോകുന്നു. ദാറ്റ്സ്
ചേർത്ത് പിടിച്ച് നോക്കണ്ട കേട്ടോ. അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആൻസർ. ഓക്കെ, മോനെ ആ ഡക്ക് കാർഡ് തുറക്കാം. തുറന്നതിന് ശേഷം അത് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. അതിനകത്ത് എല്ലാ കാർഡ്സും ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുത്തേക്കും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓൾ ദി കാർഡ്സ് ആർ ദർ. സ്പ്രെഡ് ചെയ്ത് കാണിക്കും. ഓൾ ദി കാർഡ്സ് ആർ ദർ അല്ലേ? കാർഡ്സ് ഷഫിൾ ചെയ്യാൻ അറിയാമോ? അറിയാം. ഷഫിൾ ഇറ്റ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒരു ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കും. ഓക്കെ, ആൻഡ് യു ഗോട്ട് ദി ഹാഫ് അല്ലേ? ഒരു ഹാഫ് കയ്യിലുണ്ട്, ഒരു ഹാഫ് ഉണ്ട്. ഇത് മറ്റേ രണ്ടാമത്തെ ടീമിലേക്ക്, ഇൻഡിഗോയിലേക്ക് കൈമാറാം. ഏത് ഹാഫാണ് കൈമാറുന്നത്? അതാണോ കൈമാറുന്നത്, അതോ ഇത് വേണോ? അത് മതി. ഓക്കെ, ആൻഡ് യു ഗോട്ട് ദി ചാൻസ് നൗ. അതിനകത്ത് വീണ്ടും പോണ് ഷഫിൾ ചെയ്യാം. ആ കാർഡ്സ് മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ് എല്ലാം ഉള്ളത്. യാ ഗോട്ട് ഇറ്റ്. തൊട്ടടുത്തിരിക്കുന്ന മോൾക്കൊക്കെ കൊടുക്കുക, കാർഡ്സ് കൊടുക്കുക. മോളെ ഷഫിൾ ചെയ്യൂ. ഷഫിൾ ഇറ്റ്. വെറുതെ ഷഫിൾ ചെയ്താൽ മതി. അറിയില്ലല്ലേ, ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാർഡ്സിൽ തോന്നുന്നു അല്ലേ? ഓക്കെ, കമഴ്ത്തി പിടിക്കും. അതിനകത്ത് നിന്ന് ഒരു കുറച്ച് കാർഡുകൾ എടുത്തതിന് ശേഷം കുറച്ചധികം കാർഡുകൾ എടുത്തതിന് ശേഷം കുറച്ചധികം കാർഡുകൾ അധികം കുറച്ചുകൂടി. ഓക്കെ, അങ്ങോട്ട് കൊടുക്കും. നൗ യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കയ്യിലേക്ക് കാർഡ് തരുന്നു. ഇപ്പോൾ ഇത്രയും കാർഡ്സ് ഇതിനകത്തുണ്ട്. ഏത് കാർഡ് ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ ഷഫിൾ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മോന് ഇതിനകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് എടുത്തതിന് ശേഷം ഇതിന്റെ ടോപ്പിലേക്ക് വെക്കാം. ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം. ഇതെടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. Take one card and keep it on top. ഇതാണോ എടുത്തിരിക്കുന്ന കാർഡ്? ഇതാണോ? അറിഷ്വ? ഓക്കെ, ഈ കാർഡ് ഞാൻ എടുക്കാൻ പോവാണ്. ഈ കാർഡ് എടുത്തതിന് ശേഷം ഞാൻ മോന്റെ കയ്യിൽ തന്നെ തരുന്നു. അപ്പോൾ മോന്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട് അല്ലേ? ഇത്രയും കാർഡുകൾ ഇതിനകത്തുണ്ട്. ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാമായിരുന്നു. ബട്ട് യു സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് അതാണ്. ഓക്കെ, കുറച്ച് ഉയർത്തിപ്പിടിച്ചോളൂ. കാർഡ് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്ത ക്യാമറയ്ക്ക്. That is 8 of diamond. And your selection, turn to that side. Perfectly all right, 8 of diamond. Perfect? Okay. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. മാജിക് ഹാപ്പി ആണല്ലോ നിങ്ങൾ? മാർക്കിന്റെ കാര്യത്തിലോ? അല്ല, ഞാനും ഹാപ്പി അല്ല. മാർക്ക് കുറച്ചുകൂടി നേടാമായിരുന്നു. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇൻഡിഗോ ടീം മാത്രം 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. മറ്റ് ഒരു ടീമിനും മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രതിഭാസം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് ചോദ്യം ഇത്തിരി കടുത്തതായിരിക്കും, സ്വാഭാവികമാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയുമ്പോഴാണ് നിങ്ങൾ വിജയിയാവുന്നത്. ഒന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അടുത്ത ഒരു എപ്പിസോഡ് കൂടി, ഹോപ്പ് എന്ന എപ്പിസോഡ് കൂടി ഇതേപോലെയാണ്. പക്ഷേ അവിടെ ഒരു എലിമിനേഷൻ നടക്കും. 7 ടീമിൽ നിന്നും 5 ടീമായി ഇത് ചുരുങ്ങും. അതുകൊണ്ട് അടുത്തത് വളരെ നിർണായകമാണ്. ശ്രദ്ധയോടുകൂടി പങ്കെടുക്കേണ്ടതാണ്. ആൻഡ് ഇൻഡിഗോ, കൺഗ്രാറ്റുലേഷൻ. തീർച്ചയായിട്ടും മത്സരം തുടരുന്നു. ഈ 14 കുട്ടികളും അടുത്ത വേദിയിലും ഇതേപോലെ ഉണ്ടാവും. അവരുടെ ചോദ്യങ്ങൾ ഇതേപോലെ ഉണ്ടാവും. അവരുടെ ഭാഗത്തു നിന്നും നല്ല പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നാളെ വരെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.